ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ 3 മാങ്ങ ഫ്രിഡ്ജിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടാണ് മീൻകറിയിൽ ഇട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. ഇനിയും ഇതിനൊരു മോചനം കൊടുത്തില്ലെങ്കിൽ ഇത് ആടെ തന്നെ പഴുത്ത് ചീഞ്ഞ് നാറും. അപ്പം ഞാനിത് വേഗതെല്ലാം മുറിച്ച് ഇതുപോലുള്ള ഒരു ഭരണിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏടെ ഇറങ്ങിയാലും ഉപ്പിലിട്ട മാങ്ങയിൽ ഒരു കടയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആടുന്ന് ഞാൻ വാങ്ങിക്കുന്ന എൻ്റെ ഫേവറേറ്റ് മുണ്ടച്ചക്കയാണ്. മുണ്ടച്ചക്ക ഉണ്ടെങ്കിൽ ഞാൻ അത് മുറിച്ചിട്ടേനെ, പക്ഷേ ഇല്ല. ഇനി അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് കുറേ കാന്താരി മുളക് പറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മോശമാവാണ്ടിരിക്കാനും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിലും കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നൊരംഗത്തിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സനീഷേട്ടന് ഉപ്പിലിട്ടത് തിന്നൂടാ പ്രഷറുണ്ട്. അപ്പം നമുക്ക് മക്കൾക്കും എനിക്കും മാത്രമേ ഇത് തിന്നാൻ വേണ്ടി പറ്റുള്ളൂ. ഇയാളാണെങ്കിലും മീൻകറിയിൽ ഇട്ട് വെക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അത് ഞാൻ മുറിച്ച് ഉപ്പിലിട്ടിട്ടുണ്ട്. വില്ലൊരംഗം കഴിഞ്ഞെങ്കിലും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഈ ഉപ്പിലിട്ടത് ഇങ്ങ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും മറുത്തും കഴിച്ചു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഉപ്പിട്ടത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് 2-3 കഷ്ണം സനിച്ചാട്ടിനും കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.